രാവിലെ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പുറത്തു വന്ന് ഇത്തരം കാഴ്ചകൾ കണ്ടാലേ മനസ്സിനൊരു കുളിർമയുള്ളൂ അല്ലേ? മരങ്ങളും പക്ഷികളും അവരുടെ ഒച്ചകളും അങ്ങനെ ചെടികളും പൂക്കളും പഴങ്ങളും എല്ലാം കൊണ്ടും ഒരു വൈബ് തന്നെയാണ്. ഇതൊക്കെ തന്നെ മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ മിസ്സിംഗ് ആയിട്ട് തോന്നൂല. പക്ഷേ പുറം രാജ്യത്ത് അധ്വാനിക്കുന്നവരോട് ചോദിച്ചാൽ ഇതൊരു ഒന്നൊന്നര മിസ്സിങ് തന്നെ ആയിരിക്കും. ലിംഗേശൻ അതിരാവിലെ തന്നെ പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് അയാളെ വിശപ്പ് മാറിയപ്പോൾ അതേ അച്ഛൻ കൊണ്ടുവന്ന് അയാളെ അടക്കാമരത്തിൻ്റെ ചൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അമ്മ തൊഴുത്തിലിരുന്ന് പതുക്കെ സാവകാശം തിന്നുന്നുള്ളൂ. അയാൾക്കെല്ലാം സ്ലോവാണ്. അയാളൊരു ഗർഭിണിയാണ് കേട്ടോ, 5 മാസമായിപ്പോൾ. രാവിലത്തെ ചായയുടെ കടിയുടെ കാര്യം തലേദിവസം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പിറ്റേ ദിവസം രാവിലെ ഈ കാലിച്ചായ പിടിക്കണ നേരത്താണ് ഉച്ചയ്ക്ക് എന്ത് കറി വെക്കുമോ എന്നുള്ള ചർച്ച നടക്കുക. അപ്പം അമ്മ എന്നോട് ചോദിക്കും ഉച്ചയ്ക്ക് എന്ത് കറി വെക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും ഉച്ചയ്ക്ക് ഇനി എന്തുട്ടാണ് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കും. പക്ഷേ തീരുമാനം ഒന്നും നടക്കൂട്ടായിട്ട്, ചർച്ച മാത്രം നടക്കുള്ളേ, തീരുമാനം ഒന്നാവൂല. ഒരു 10 മണി ആവാണ്ട് ഉച്ചകളുടെ തീരുമാനം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ ഞങ്ങളുടെ പ്രഭാത വിശേഷങ്ങൾ.